വഞ്ചിയൂരിൽ ജൂനിയർ അഭിഭാഷകയെ മർദ്ദിച്ച കേസിൽ അറസ്റ്റിലായ സീനിയർ അഭിഭാഷകൻ ബെയിലിൻ ദാസിനെ കോടതിയിൽ ഹാജരാക്കി. തിരുവനന്തപുരം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് പ്രതിയെ ഹാജരാക്കിയത്. ഒളിവിലായിരുന്ന ബെയിലിൻ ദാസിനെ ഇന്നലെയാണ് തുമ്പ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. വിവരങ്ങളുമായി സൂര്യഗായത്രി ചേരുന്നുണ്ട്. സൂര്യഗായത്രി, ബെയിലിൻ ദാസിനെ കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നു. കോടതി നടപടികൾ ആരംഭിച്ചോ? കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? അതിന് ബെയിലിൻ ദാസിനെ വഞ്ചൂർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് ഇപ്പോൾ എത്തിച്ചിരിക്കുകയാണ്. മജിസ്ട്രേറ്റ് 11 നമ്പർ കോടതിയിലാണ് ബെയിലിൻ ദാസിനെ എത്തിച്ചിരിക്കുന്നത്. കുറച്ചു മുൻപാണ് ബെയിലിൻ ദാസിനെ കോടതിയിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അറിയുന്നത് ഒരു വകുപ്പ് കൂടി ബെയിലിൻ ദാസിനെതിരെ ചേർത്തിട്ടുണ്ട് എന്നുള്ളതാണ് അറിയുന്നത്. നേരത്തെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം, അതായത് സ്ത്രീത്വത്തെ അപമാനിച്ചു, മർദ്ദിച്ചു തുടങ്ങിയ വകുപ്പുകളിൽ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് ബെയിലിൻ ദാസിനെതിരെ കേസ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഒരു വകുപ്പ് കൂടി ബെയിലിൻ ദാസിനെതിരെ എടുത്തിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതായത് ശ്യാമിലിയുടെ മുഖത്ത് പൊട്ടലുണ്ട്, അതുകൂടി ഇതിൽ ചേർത്തിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ബെയിലിൻ ദാസിന് ജാമ്യം ലഭിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് ഇനിയിപ്പോൾ അറിയേണ്ടത്. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് ഇപ്പോൾ കേസ് എടുത്തിരിക്കുന്നതെങ്കിൽ കൂടി ഉപാധികളോടെ മജിസ്ട്രേറ്റ് കോടതി ബെയിലിൻ ദാസിന് ജാമ്യം നൽകുമോ എന്നുള്ളത് അറിയേണ്ടതായിട്ടുണ്ട്. അതല്ല എങ്കിൽ റിമാൻഡ് അടക്കമുള്ള കൂടുതൽ നടപടികളിലേക്ക് കടക്കും. എന്തായാലും അതിൽ തീരുമാനം കൈക്കൊള്ളുന്നത് മജിസ്ട്രേറ്റ് കോടതിയാണ്. ഈ തിരുവനന്തപുരം സെഷൻസ് കോടതി ഇന്നിപ്പോൾ ബെയിലിൻ ദാസിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കാനിരിക്കവെയാണ് ഇന്നലെ ബെയിലിൻ ദാസിനെ ആസൂത്രിതമായിട്ട് പോലീസ് പിടികൂടിയിട്ടുണ്ടായിരുന്നത്. തുമ്പ പോലീസാണ് സ്റ്റേഷൻ കടവിൽ വെച്ച് ബെയിലിൻ ദാസിനെ പിടികൂടുന്നത്. അതിനുശേഷം വഞ്ചൂർ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്നു. ഇവിടെ വെച്ച് ചോദ്യം ചെയ്യലിലും ബെയിലിൻ ദാസ് പറഞ്ഞത് ഈ തർക്കത്തിനിടയിൽ ആദ്യം ശ്യാമിലിയാണ്, ഈ യുവ അഭിഭാഷകയാണ് തന്നെ മർദ്ദിച്ചത്, അതിന്റെ പ്രകോപനത്താലാണ് തനിക്ക് മർദ്ദിക്കേണ്ടി വന്നത് എന്നുള്ളതാണ് ചോദ്യം ചെയ്യലിലും അതുപോലെ തന്നെ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയിലും ബെയിലിൻ ദാസ് പറഞ്ഞിരിക്കുന്നത്. ഇന്നലെ തന്നെ വൈദ്യപരിശോധനയൊക്കെ നടത്തിയതാണ്. ഇന്ന് രാവിലെ ബെയിലിൻ ദാസിന്റെ വൈദ്യപരിശോധനയൊക്കെ നടത്തി അതിനുശേഷമാണ് ഇപ്പോൾ മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് ബെയിലിൻ ദാസിനെ കൊണ്ടുപോയിരിക്കുന്നത്. എന്തായാലും ബെയിലിൻ ദാസിന് യുവ അഭിഭാഷകയെ മർദ്ദിച്ച കേസിൽ ജാമ്യം ലഭിക്കുമോ ഇല്ലയോ എന്നുള്ളത് അല്പസമയത്തിനകം അറിയാൻ സാധിക്കും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. സൂര്യഗായത്രി, വഞ്ചിയൂരിൽ ജൂനിയർ അഭിഭാഷകയെ മർദ്ദിച്ച കേസിൽ അറസ്റ്റിലായ സീനിയർ അഭിഭാഷകൻ ബെയിലിൻ ദാസിനെ കോടതിയിൽ ഹാജരാക്കി. തിരുവനന്തപുരം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് പ്രതിയെ ഹാജരാക്കിയത്.